നമസ്കാരം, പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ആയിരക്കണക്കിന് ലെബനനികൾ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനാൽ തെക്കൻ ലെബനിലെയും മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലെയും നിവാസികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇസ്രായേലിന് 60 ദിവസമാണ് പിൻവാങ്ങാനുള്ള സമയം. ഹിസ്ബുള്ള തങ്ങളുടെ സൈന്യത്തെ വടക്കോട്ട് വലിച്ചിരിക്കണം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് വീണ്ടും വിന്യസിക്കാൻ ലെബനീസ് സൈന്യം തയ്യാറെടുത്തിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചവർ അതിനെ പൂർണ്ണമായി മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ലെബനിലെ UN സമാധാന സേന വെടിനിർത്തൽ നിരീക്ഷിക്കാൻ തയ്യാറാണെന്നും UN മേധാവി അന്റോണിയോസ് ഗുട്ടറസ് പറഞ്ഞു. ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവും ഗുട്ടറസ് ആവർത്തിച്ചു. അതേസമയം റെക്കോർഡ് എണ്ണം ഡ്രോണുകളുമായി ഉക്രൈനിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ്. ഉക്രൈനെതിരെ ഒറ്റ രാത്രി കൊണ്ട് റഷ്യ റെക്കോർഡ് ഡ്രോണുകൾ വിക്ഷേപിച്ചതായും സൈന്യം അറിയിച്ചു. ഇതിനിടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ റഷ്യയുടെ പരീക്ഷണ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാറ്റോയുടെ 32 അംഗങ്ങളും ബ്രസൽസിൽ യോഗം ചേർന്നു. ഉക്രൈനിലെ സിവിലിയൻ പ്രദേശങ്ങളിലെ ആക്രമണങ്ങളിൽ റഷ്യ ധാരാളം ഷാഹെദ് ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. അതേസമയം രാജ്യത്തെ 17 മേഖലകളിലായി ഡസൻ കണക്കിന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഉക്രൈനിയൻ വ്യോമസേന അറിയിച്ചു. ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ ഉപയോഗിച്ച ഡസൻ കണക്കിന് ആളുകളെ അവരുടെ ട്രാക്കിൽ നിർത്തിയതായി പറയപ്പെടുന്നു. രാത്രിയിൽ വൻതോതിലുള്ള റഷ്യൻ ഡ്രോൺ ആക്രമണത്തിന് ശേഷം സഖ്യം ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകണമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അറിയിച്ചത്. റഷ്യയ്ക്ക് ഉത്തര കൊറിയൻ ആയുധങ്ങളും സൈനികരും ഇറാനിയൻ ഡ്രോണുകളും അതിന്റെ പ്രതിരോധ വ്യവസായത്തിനായി ചൈനയുടെ ഇരട്ട ഉപയോഗ സാധനങ്ങളും ലഭിക്കുന്നുണ്ടെന്നും അറിയിച്ച നാറ്റോ സെക്രട്ടറി ഉക്രൈനെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞു. അതേസമയം ഗ്രൂപ്പ് ഓഫ് 7 പ്രമുഖ വ്യവസായ ജനാധിപത്യ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഉക്രൈന് പിന്തുണ അറിയിക്കുകയും റഷ്യയുടെ നിരുത്തരവാദപരവും ഭീഷണിപ്പെടുത്തുന്നതുമായ ആണവ വാചാടോപം എന്നവർ വിശേഷിപ്പിച്ചതിനെ അപലപിക്കുകയും ചെയ്തു. ഇറ്റാലിയൻ നഗരമായ ഫിയൂഗിയിൽ യോഗം ചേർന്ന മന്ത്രിമാർ റഷ്യയ്ക്കുള്ള ഉത്തര കൊറിയയുടെ പിന്തുണ സംഘർഷത്തിന്റെ അപകടകരമായ വികാസത്തെ അടയാളപ്പെടുത്തുന്നെന്ന് മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ ഇന്തോ പസഫിക് സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സംയുക്ത പ്രസ്താവന മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ ദീർഘകാല സഖ്യകക്ഷിയായ ഉത്തര കൊറിയയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 7 വ്യവസായ രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ UK, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ആതിഥേയരായ ഇറ്റലിക്ക് പുറമെ US-ഉമാണ് ഉൾപ്പെടുന്നത്. ലോകപ്രശസ്ത ജർമ്മനിയിലെ കാർ കമ്പനി ഫീമൻ ഫോക്സ് വാഗൻ പടിഞ്ഞാറൻ ചൈനയിലെ ഉറുങ്കിയിലെ പ്ലാന്റ് വിറ്റു. ഉയ്ഗൂർ മേഖലയിൽ നിന്നും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ ഉയർന്നു വന്നതിന് ശേഷമാണ് കാർ കമ്പനി പ്രതികരിച്ചതും തങ്ങളുടെ വിവാദ ചൈന ഫാക്ടറി വിറ്റതും. 700ഓളം ജീവനക്കാരുള്ള ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലാണ്. ഇവിടെ ആകെയുള്ളത് ഏകദേശം 22 ദശലക്ഷം നിവാസികളാണ്. ഇവിടെയാണ് പീഡിപ്പിക്കപ്പെടുന്ന ഉയ്ഗൂർ ന്യൂനപക്ഷ താമസിക്കുന്നത്. പ്രവിശ്യയിൽ താമസിക്കുന്ന പകുതിയോളം നിവാസികളും ഉയ്ഗൂറുകളാണ്. തുർക്കി ഭാഷ സംസാരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം വർഷങ്ങളായി ചൈനീസ് ഗവൺമെന്റിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയരാവുകയാണ്. നിർബന്ധിത തൊഴിൽ ആവശ്യമുള്ള പുനർവിദ്യാഭ്യാസ ക്യാമ്പുകൾ ഇവിടെ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലെ മനുഷ്യാവകാശ സാഹചര്യം മനസ്സിലാക്കാൻ പ്രയാസമാണെന്നും ഫോക്സ് വാഗൻ ഫാക്ടറിയിൽ ആളുകൾക്ക് നിർബന്ധിത ജോലി ചെയ്യേണ്ടി വരുന്നതുമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. 2012 ചൈനീസ് സർക്കാർ ഉടമസ്ഥയിലുള്ള SIIസുമായി ചേർന്ന് ഉറുങ്കി നഗരത്തിൽ ഫോക്സ് വാഗൻ പ്ലാന്റ് തുറന്നു. വോൾസ്ബുർഗ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് സിൻജിയാങ് പ്രവിശ്യയിൽ ഒരു ഫാക്ടറി നിർമ്മിച്ച ആദ്യത്തെ കാർ നിർമ്മാതാവ്. അന്നത്തെ ചെലവ് 170 ദശലക്ഷം യൂറോ ആയിരുന്നു. കൊളോണിലെ മലയാളിയുടെ വീട്ടിൽ വീണ്ടും കവർച്ചാശ്രമം ഉണ്ടായി. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് കൊളോൺ മേർഹൈമിൽ താമസിക്കുന്ന മലയാളിയുടെ 2ാം നിലയിലെ ഫ്ളാറ്റിൽ കവർച്ചാശ്രമം നടന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥൻ നാട്ടിൽ പോയ സാഹചര്യത്തിലാണ് കവർച്ചാശ്രമം ഉണ്ടായത്. 2ാം നിലയിലെ ഫ്ളാറ്റിന്റെ മുൻവശത്തുള്ള മെയിൻ വാതിൽ തുറക്കാനാണ് ശ്രമം നടന്നത്. പൂട്ടിന് വളരെ സുരക്ഷാ സംവിധാനമുള്ളതിനാൽ കതക് തുറക്കാനായില്ല. വീട്ടിൽ ഗൃഹനാഥ ഉണ്ടായിരുന്നിട്ടും സംഭവം അറിഞ്ഞില്ല. പിന്നീട് പുറത്തു പോകാനായി കതക് തുറന്ന് വീണ്ടും അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കതക് അടയാതെ വന്നതാണ് കള്ളത്തര ശ്രമം നടന്നതായി മനസ്സിലായത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് കൊളോണിലുള്ള മലയാളികൾ മാത്രമല്ല ജർമ്മനിയിലെ എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക. ഏത് നിമിഷവും നിങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടാം. സ്വർണം അടങ്ങുന്ന സ്വത്തുക്കൾ
സ്വത്തുക്കൾ നഷ്ടപ്പെടാം. അതീവ ജാഗ്രത. കഴിഞ്ഞയാഴ്ചയാണ് കൊളോണിലെ മലയാളിയുടെ വീട്ടിൽ നിന്നും 23 പവൻ സ്വർണം മോഷണം പോയത്. അടുത്ത വർഷം മുതൽ ജർമ്മനിയിലെ ചൈൽഡ് ബെനഫിറ്റ്, അതായത് കിൻഡർ ഗിൽഡ്, നിലവിലെ 250 യൂറോയ്ക്ക് പകരം ഒരു കുട്ടിക്ക് 255 യൂറോയായി ഉയരും. 2025 ജനുവരി 1 മുതലാണ് 5 യൂറോയുടെ വർധനവ് ലഭിക്കുന്നത്. കുടുംബമന്ത്രി ലിസ പോസാണ് ഇക്കാര്യം അറിയിച്ചത്. ശക്തമായ ഇടിമിന്നൽ മൂലം ഓവർഹെഡ് ലൈൻ തീപിടിച്ചതിനെ തുടർന്ന് വടക്കൻ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. ഹാംബുർഗ്, ബെർലിൻ, ഹാംബുർഗ്, ഹാനോവർ എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതത്തെ ബാധിച്ചു. ലോവർ സാക്സണിയിലെ ലൂനബെർഗിനും ഉൽസിനും ഇടയിലുള്ള റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ബെർലിൻ, ഹാളെ, ലൈപ്സിഗ്, എർഫോർട്ട്, ന്യൂറംബർഗ് വഴി ഹാംബുർഗിനും മ്യൂണിക്കിനും ഇടയിലുള്ള എല്ലാ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകളും ബെർലിനും ഹാംബുർഗിനും ഇടയിൽ ഇരു ദിശകളിലും റദ്ദാക്കി. ഹാനോവർ, ഗോട്ടിങ്ങൻ, കാസൽ, വൂർസ്ബുർഗ്, ന്യൂറംബർഗ് വഴി പോകുന്ന കീൽ, ലൂബക്ക്, ഹാംബുർഗിനും മ്യൂണിക്കിനും ഇടയിലുള്ള എല്ലാ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകളും ബാധിച്ചു. കൂടാതെ സ്ട്രാൽസുണ്ട്, കാൾസ്റൂവിനും ഇടയിൽ ഹാംബുർഗിനും കാൾസ്റൂവിനും ഇടയിലുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് ഇന്റർസിറ്റി ട്രെയിനുകളും റദ്ദാക്കി. റെയിൽവേ വിവരം അനുസരിച്ച് ഹാനോവർ, ഫ്രാങ്ക്ഫർട്ട്, സ്റ്റുട്ട്ഗാർട്ട് വഴി കീൽ, ഹാംബുർഗിനും മ്യൂണിക്കിനും ഇടയിലുമുള്ള എല്ലാ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകളും 20 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. ഹാനോവർ, ഫ്രാങ്ക്ഫർട്ട്, മാൻഹൈം, സ്റ്റുട്ട്ഗാർട്ട്, ബാസൽ, SBB വഴിയുള്ള കീൽ, ഹാംബുർഗിനും ഇന്റർലാക്കൻ, ഓസ്റ്റിനും ഇടയിലുള്ള എല്ലാ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇത് ബാധകമാണ്. മനസ്സിന്റെ പൂട്ടുകൾ തുറക്കുന്ന താക്കോൽക്കാരൻ എന്നാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ മെന്റലിസ്റ്റ് ആദി അറിയപ്പെടുന്നത്. 35 രാജ്യങ്ങളിൽ ഇതിനോടകം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആദി ജർമ്മനിയിലെ ഹൈഡൽബർഗിലും പരിപാടിക്കായി എത്തുന്നു. കലയും ശാസ്ത്രവും ഒരുപോലെ ചേർത്തിണക്കി മനുഷ്യരുടെ പെരുമാറ്റങ്ങളെയും ചിന്തകളെയും വിശദമായി കൈകാര്യം ചെയ്ത് നിരൂപണം നടത്തുന്ന വിദ്യയാണ് മെന്റലിസം. സൈക്കോളജി, സജഷൻ, മാജിക്, മിസ് ഡയറക്ഷൻ, ഷോമാൻഷിപ്പ് തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ കോർത്തിണക്കി ലോകമെമ്പാടുമുള്ള വേദികളെ പുളകം കൊള്ളിച്ച മെന്റലിസ്റ്റ് ആദി ഹൈഡൽബർഗിലാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എത്തുന്നത്. അത്യാധുനിക സൗകര്യമുള്ള ലുക്സോർ തിയേറ്റർ ഹൈഡൽബർഗിലാണ് കാണികൾക്ക് ആദിയുടെ പ്രകടനത്തിന്റെ യഥാർത്ഥ ആസ്വാദനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ദൈൻ ഇവന്റ് എന്ന മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ ഭാഗമായി ലാവിൻ ഒട്ടക്കാട്ട്, ശ്രീകുമാർ കോമത്ത്, അജിത് പത്രോസ്, ജൂഫിറ്റ ജോൺ, വർഷ ലാവിൻ, വിൻവീത വല്ലാപ്പ് എന്നിവരാണ് ഹൈഡൽബർഗിൽ ഇൻസോംനിയ ഷോ ഒരുക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് ആദി, കൈരളി ഫെറൈൻ, ഹൈഡൽബർഗ്, കാൾസ്റൂ മലയാളീസ്, ഫ്രാങ്ക്ഫർട്ടിലും മാൻഹൈമിലുള്ള മലയാളികൾ തുടങ്ങിയവരുടെ അകമഴിഞ്ഞ സഹായവും ഇതിന്റെ പിന്നിലുണ്ട്. ഈ പരിപാടിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ https://TLY/JKHG7 എന്ന ഓൺലൈനിൽ കയറി ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് നേരിട്ട് വാങ്ങാനും സൗകര്യമുണ്ട്. ഇസോംനിയ പരിപാടി നടക്കുന്നത് ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ്. വൈകിട്ട് 8 മണി മുതൽ 10 മണി വരെയാണ് കലാപ്രകടനങ്ങൾ. 7:30 പ്രവേശനം ആരംഭിക്കും. ലുക്സോർ ഫിലിം പലാസ്റ്റ്, ഹൈഡൽബർഗ്, എപ്പൽഹൈമർ ഷാസെ 6-ലാണ് പരിപാടി നടക്കുന്നത്. പരിപാടിയുടെ അഡ്രസ് യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഞങ്ങൾ ചേർക്കുന്നതായിരിക്കും. ദയവായി ശ്രദ്ധിക്കുക. യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ പുതിയ EU കമ്മീഷനെ തെരഞ്ഞെടുത്തു. കമ്മീഷൻ പ്രസിഡന്റ് ഫോൺ ഡെർ ലയൻ നിർദ്ദേശിച്ച ടീമിന് ആവശ്യമായ ഭൂരിപക്ഷം ലഭിച്ചു. വലതുപക്ഷക്കാരനായ ഫിറ്റോയുടെ നാമനിർദ്ദേശത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടയിലും ഉർസുല ഫോൺ ഡെർ ലയന്റെ നേതൃത്വത്തിൽ പുതിയ EU കമ്മീഷനാണ് വിജയിച്ചത്. സ്ട്രാസ്ബർഗിലെ യൂറോപ്യൻ പാർലമെന്റിൽ 370 അംഗങ്ങളാണ് അനുകൂലിച്ചത്. 282 പേർ എതിർത്തും 36 പേർ വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. 26 കമ്മീഷണർമാരെയും വൻ ഭൂരിപക്ഷത്തോടെയാണ് അംഗീകരിച്ചത്. CDUവിനും CSUവിനും ചുറ്റുമുള്ള യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി, EPPയിൽ നിന്നും സോഷ്യൽ ഡെമോക്രാറ്റുകളുടെയും ലിബറലുകളുടെയും വലിയ വിഭാഗങ്ങളിൽ നിന്നും ഫോൺ ഡെർ ലയൻ ടീമിന് പിന്തുണ ലഭിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ വിഭാഗത്തിലെ ചില ഗ്രീൻസും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരും വോട്ടെടുപ്പിന് മുമ്പ് പുതിയ കമ്മീഷനായി വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സ്പെയിൻ തൊഴിൽ അന്വേഷക വിസയുടെ കാലാവധി നിലവിലുള്ള 3 മാസത്തിൽ നിന്ന് 12 മാസമായി നീട്ടും. പുതിയ വർഷത്തെ വാലിഡിറ്റി കാലയളവ് സ്പെയിനിൽ ജോലി കണ്ടെത്തി രാജ്യത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നത്. 2027ഓടെ പ്രതിവർഷം 3 ലക്ഷം ക്രമരഹിത കുടിയേറ്റക്കാരെ ക്രമപ്പെടുത്താനും സ്പെയിൻ പദ്ധതിയിടുന്നുണ്ട്. തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത വർഷം തൊഴിൽ അന്വേഷക വിസയുടെ കാലാവധി നീട്ടുമെന്നാണ് സ്പെയിൻ പ്രഖ്യാപിച്ചത്.
പരിഷ്കരിച്ച ഇമിഗ്രേഷൻ നിയമത്തിന് കീഴിൽ രാജ്യം തൊഴിൽ അന്വേഷകരുടെ വിസയുടെ കാലാവധി നിലവിലെ 3 മാസത്തിൽ നിന്ന് 1 വർഷമായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. തൊഴിൽ അന്വേഷക വിസയിൽ വിദേശ പൗരന്മാർക്ക് ജോലി അന്വേഷിക്കാൻ സ്പെയിനിൽ പ്രവേശിക്കാൻ കഴിയും. ഇവർക്ക് അനുയോജ്യമായ ജോലി കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ നടപടിക്രമങ്ങളും നടത്തേണ്ടതുണ്ട്. തുടർന്ന് അവർക്ക് നിയമപരമായി സ്പെയിനിൽ തുടരാം. കുടിയേറ്റക്കാരെ ക്രമപ്പെടുത്തുന്നതിലൂടെ സ്പെയിൻ അതിന്റെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്പെയിനിന് സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ ഏകദേശം 2,50,000 തൊഴിലാളികൾ ആവശ്യമാണെന്നാണ് ഡാറ്റ കാണിക്കുന്നത്. 2025 മെയ് മാസത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾക്കനുസൃതമായി കുടിയേറ്റക്കാർക്ക് താമസത്തിനും വർക്ക് പെർമിറ്റുകൾക്കും കാര്യക്ഷമമായ പ്രക്രിയയ്ക്ക് കീഴിലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിലാക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.